1201 ആണ്ട് ഇടവമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. ധനുക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ പ്രവചനങ്ങളാണ് പറയുന്നത്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂറ്. മനോദുഃഖം പൂർണ്ണമായും മാറിക്കിട്ടി. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഇടവമാസത്തിൽ മാറിക്കിട്ടും. അതുപോലെ തന്നെ പിണങ്ങിക്കഴിയുന്ന ദമ്പതിമാർ തമ്മിൽ ഒന്നിച്ച് വരും. വഴക്കെല്ലാം തീർന്ന് അവർ ഒരുമിക്കും. ചിലപ്പോൾ അവർ പിരിയാൻ വേണ്ടി ഉള്ള ഇതായിരിക്കും, പക്ഷെ അത് ഒരുമിക്കും വരും. പല വഴികളിൽ കൂടിയും ധനം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ വരുന്ന ധനങ്ങൾ അത് സമ്പാദിക്കുക. അതുപോലെ തന്നെ നഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് അത് ഒഴിവാക്കാൻ കൂടി ശ്രമിക്കുന്നത് ഈ ഇടവമാസത്തിൽ വളരെ നല്ലതായിരിക്കും. കാരണം ധനസമൃദ്ധി ധാരാളം ഉണ്ടാകുന്ന ഒരു മാസമാണ്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു മാസമാണ്. ശത്രുശല്യം കുറയും. രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. 2/6/2026 ഗുരു സംക്രമണം കണ്ടകശനിയുടെ കാഠിന്യം വളരെയധികം കുറയ്ക്കുന്നു. ഗുണഫലം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കണ്ടകശനിയുടെ കാഠിന്യം കുറയുകയും ചെയ്യുന്നു. അതുമൂലം ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ആത്മശാന്തി ലഭിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നു. മോശമായ വ്യക്തിത്വം മാറി നല്ലൊരു വ്യക്തിത്വം ഉണ്ടാകുന്നു. ആരോഗ്യവും കീർത്തിയും ലഭിക്കുന്നു. അതുപോലെ തന്നെ കോടതി കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. കോടതിയിൽ ഏതെങ്കിലും സിവിലായിരുന്നാലും ക്രിമിനലോ അല്ലാത്ത കേസുകളാണെങ്കിൽ അതെല്ലാം ജയിക്കാനായിട്ട് സാധിക്കുന്നു. സാഹസികർക്ക് പറ്റിയ സമയമാണ്. ഏതെങ്കിലും രീതിയിൽ സാഹസ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് അവർക്ക്. അതുപോലെ അകന്നു കഴിയുന്ന ബന്ധുക്കളും മിത്രങ്ങളൊക്കെ യോജിച്ച് വരുന്നു. അതും ഒരു നല്ല ഒരു ലക്ഷണമാണ്. നാൽക്കാലികളെ വളർത്തി വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. പുതിയ വാഹനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്നു. അതുപോലെ വീടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ ഒരു വീട് പുതിയതായിട്ട് നിർമ്മിച്ച് അതിൽ താമസിക്കുവാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. കാർഷിക മേഖലയിലുള്ളവർക്കും ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പുത്രന് ചില രോഗങ്ങളുണ്ടെങ്കിൽ, മക്കൾക്ക് എന്തെങ്കിലും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും മാറിക്കിട്ടും. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനത്തിൻ്റെ ഉന്നതി, അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. അത് എന്താണ് എന്ന് ഒന്ന് ബുദ്ധിപരമായി പ്രവർത്തിച്ച് നോക്കിയാൽ ആ തടസ്സം നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ബുദ്ധിപരമായി കാര്യങ്ങൾ സാധിക്കാൻ കഴിയുന്നില്ല എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അതിനുള്ള വഴി എന്താണെന്ന് കണ്ടുപിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പം ആ ബുദ്ധിപ്രയാസങ്ങൾ മാറിക്കിട്ടും, അല്ലെങ്കിൽ താമസങ്ങൾ മാറിക്കിട്ടും. വാക്സാമർത്ഥ്യം കൊണ്ട് ചിലപ്പോൾ പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യം വന്നേക്കാൻ സാധ്യത കാണുന്നുണ്ട്. അന്യപുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും മാനഹാനി വരാനുള്ള സാധ്യത ഉള്ളതിനാൽ അത് വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഉപാസനാഭംഗം, അതായത് പൂജ പ്രാർത്ഥനയൊക്കെ മുടങ്ങാനൊരു സാധ്യതയുണ്ട്. പക്ഷേ മുടങ്ങരുത്. കുറച്ച് സമയമെങ്കിലും മതപരമായ ചടങ്ങുകളിൽ ആരാധന നടത്തുക. പിതൃക്കൾക്ക് ദുരിതം വരേണ്ട സാധ്യതയുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തോ അമ്മാവൻ്റെ സ്ഥാനത്തോ ഒക്കെ അപ്പൂപ്പൻ്റെ സ്ഥാനത്തോ ഒക്കെ ഉള്ള ആൾക്കാർക്ക്, പിതൃതുല്യരായ ആൾക്കാർക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ഗുരു കാരണവന്മാരുടെ ആരുടെയും ഒരാളുടെ വിയോഗം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രവചനം നടത്തുന്നത്. മൂലം നക്ഷത്രക്കാർക്കുള്ളതാണ് ആദ്യം. 2.5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് കുറച്ച് മോശപ്പെട്ട ഒരു സമയമാണ്. എല്ലാവർക്കും അല്ല, ചിലർക്ക് അവർക്ക് പല രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരേണ്ട ഒരു സാധ്യത ഉണ്ട്. 2 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അത് ചില മൂലം നക്ഷത്രക്കാർക്കാണ്. തടസ്സങ്ങൾ വരുമെന്ന് തോന്നിയാലും വിദ്യാഭ്യാസത്തിന് അത് വലിയ രീതിയിൽ ബാധിക്കാതെ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനാൽ അത് ഇഷ്ടമുള്ള അവർക്ക് സ്കൂളിൽ, ചിലർക്ക് ഇഷ്ടമുള്ള വിദ്യാലയത്തിൽ ചേർന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കുന്നു.
അതുപോലെ തന്നെ ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും ഇപ്പം കുറച്ച് ദിവസം സ്കൂളിൽ ലീവായിരുന്നാൽ തന്നെയും വിദ്യാഭ്യാസത്തിന് തുടക്കം വരാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അത് സ്കൂളുകാർ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരുന്നു. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ചില മൂലം നക്ഷത്രക്കാർക്ക് ചില ധനനാശം കാണുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ധനപരമായിട്ടുള്ള അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ധനം ആവശ്യത്തിന് അനുസരിച്ച് അത് ഒരു മാസത്തേക്ക് തികയുമോ എന്ന് അളന്ന് തൂക്കി നോക്കും പോലെ കൃത്യമായി ചെലവ് ചെയ്തില്ലെങ്കിൽ ഒരു നഷ്ടവും നാശവും വരാനുള്ള സാധ്യതയുണ്ട് ധനത്തിന്. അതുപോലെ തന്നെ ചിലവുകളൊക്കെ ചുരുക്കുക. വിനോദയാത്രകൾ ഈ സമയം ചുരുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും നിർത്തുന്നതും വളരെ നല്ലതായിരിക്കും ഈ സമയം. അതുപോലെ തന്നെ വലിയ വലിയ പാർട്ടികളിൽ ഒക്കെ ഒന്ന് പോകാതെ എന്തെങ്കിലും രീതിയിലൊന്ന് ഒഴിവൊഴിവ് പറഞ്ഞു പോകുന്നതും വളരെ നല്ലതായിരിക്കും. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് സാമ്പത്തിക അച്ചടക്കം പാലിച്ചു, ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ മാസം ഈ കാലഘട്ടത്തിൽ 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ധാരാളം സമ്പാദ്യം അവർക്ക് വന്നു ചേരുന്നു. അതുകൂടാതെ തന്നെ അവർക്ക് പല ഗുണങ്ങളും ലഭിക്കുന്നു. അതായത് സാമ്പത്തിക അച്ചടക്കം പാലിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് വലിയൊരു തുക അവർക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നു. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായും മാനസികമായും ഒരു ആരോഗ്യം ലഭിക്കാം. കാരണം പണമില്ലെങ്കിൽ ശാരീരികപരമായും മാനസികപരമായിട്ട് എല്ലാവരും ക്ഷീണിക്കും. പക്ഷേ ഈ അച്ചടക്കം പാലിച്ചവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അവർക്ക് സ്വന്തമായി ഭൂമിയും വാഹനങ്ങളും വാങ്ങാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നതാണ്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ ചിലർക്ക് വേണ്ടി വന്നേക്കാം. അത് കൂടുതലും വയർ സംബന്ധിച്ച അവയവങ്ങൾക്കുള്ള സർജറിയാണ് കാണുന്നത്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ചില ബുദ്ധിശൂന്യത ഉണ്ടാകാനുള്ള ഒരു കാരണം ഉണ്ട്, ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ എന്ത് കാര്യവും വളരെയധികം ആലോചിച്ച് വീട്ടിൽ കുടുംബത്തിലെല്ലാവരോടും ആലോചിച്ച് അതിൻ്റെ വരും വരായികൾ ചിന്തിച്ച് വേണം അത് ചെയ്യാൻ. എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നഷ്ടങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്, ഏത് മേഖലയിലായിരുന്നാലും ശരി. അതുകൊണ്ട് വളരെ അനുഭവ സമ്പത്തുള്ള ആൾക്കാരോട് ചോദിച്ച്, അവർ വിശ്വാസമുള്ളവരുമായിരിക്കണം, അവരോട് ചോദിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ നിക്ഷേപ പദ്ധതികളൊക്കെ പൂർത്തിയായി അതിൽ നിന്നെല്ലാം വലിയൊരു തുക അവർക്ക് ലഭിക്കും. അതുപോലെ മനസ്സമാധാനവും ഐശ്വര്യങ്ങളും എല്ലാം ലഭിക്കും. മക്കളും കൊച്ചുമക്കളുമായി സുഖകരമായ ഒരു ജീവിതം, വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് അവർക്ക് ഭാഗ്യമുണ്ട്. അടുത്ത പൂരാടം നക്ഷത്രക്കാരുടെ ആണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒത്തുചേരലുകൾ കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അച്ഛനമ്മമാർ തമ്മിൽ പിണങ്ങിയിട്ട് പിന്നെ ഒരു മീറ്റിംഗ് കൂടി അവരെ യോജിപ്പിച്ചിട്ട് ഉള്ള ഒരു കാര്യങ്ങളും ഇതിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങളും കാണുന്നുണ്ട്. അച്ഛനമ്മയും കൂടി വഴക്കിട്ട് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ആരെങ്കിലും ഒരാൾ ദൂരെ താമസിക്കുകയോ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ചില പൂരാട നക്ഷത്രക്കാരുടെ അച്ഛനമ്മമാർ ബന്ധം വേർപെടുത്തേണ്ട സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഇതിൽ ഏതായിരുന്നാലും ചില പൂരാട നക്ഷത്രക്കാർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒരാളിൻ്റെ വാത്സല്യം മാത്രമേ ഈ കാലഘട്ടത്തിൽ ലഭിക്കൂ എന്നും കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ധനനഷ്ടം വരുന്നതിനാണ് സാധ്യത. സ്വന്തം വീട്ടിൽ നിന്ന് മാറി അന്യനാട്ടിലേക്ക് പോകുന്നതിനും ഒരു സാധ്യതയുണ്ട്. അത് വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഈ സമയം നമ്മൾ അന്യനാട്ടിലേക്ക് പോകുമ്പോൾ ആ നാട്ടിൽ ചെന്നാൽ നമുക്കൊരു നല്ല ഉപജീവന മാർഗം ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് കിട്ടുമോ, കുട്ടിയുടെ വിദ്യാഭ്യാസം തുടർന്ന് പോകുമോ എന്നുള്ളതെല്ലാം വളരെ ചിന്തിച്ചിട്ട് വേണം പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് പോകാൻ വേണ്ടി. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. ധനവും ധാന്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം ലക്ഷ്യത്തോടെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട തൊഴിലിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിച്ചതിനാൽ നല്ല മികച്ച തൊഴിലിൽ അവർക്ക് പ്രവേശിക്കുന്നതിന് സാധിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക്
അത്യാവശ്യമായി ചെറിയ ഒരു സർജറിയുടെ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തീപ്പൊള്ളൽ, ഇലക്ട്രിക് ഷോക്ക് എന്നിവ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നതിനാൽ സൂക്ഷിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു മരണഭയം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നുവെച്ചാൽ മരിച്ചു പോകുമെന്നല്ല ഈ പറഞ്ഞത്, ജീവിതത്തിനോടൊരു വെറുപ്പും നിരാശയൊക്കെ അവർക്ക് തോന്നാം. ഏതെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാകാം. അതുകൊണ്ടാണ് ഒരു നിരാശ അവർക്ക് തോന്നുന്നത്. ചില രോഗങ്ങൾ വരാം. അതുപോലെ ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുക മൂലം അതിൽ നിന്നും ചില നഷ്ടങ്ങളും മനോവിഷമങ്ങളും ഉണ്ടാകാം. ഈ സമയം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വിഷബാധ ഏൽക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ഭക്ഷണത്തിൽ കൂടിയാകുന്നതിനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ചതവ്, ഒടിവ്, മർദ്ദനങ്ങൾ എന്നിവ ശരീരത്തിന് ഏൽക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ചെറിയ സർജറി വരുന്നതിനും സാധ്യതയുണ്ട്. ഇത് എല്ലാവർക്കുമല്ല, ചില പൂരാട നക്ഷത്രക്കാർക്ക് മാത്രമാണ്. കാരണം കൂടുതലും കാലിൻ്റെ എല്ല്, തുടയെല്ല് പോലുള്ള ആ എല്ലുകൾ ഒടിയുന്നതിന് ഒരു സാധ്യതയുണ്ട്. അവിടെ ചിലപ്പോൾ സ്റ്റീലൊക്കെ വെച്ചിട്ട് ഒരു സർജറി നടത്തുന്നതായിട്ടും ഇതിൽ ചിലർക്ക് കാണുന്നുണ്ട്. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് കഷ്ടതകൾ, കുറേ മാസങ്ങളോളം അവർ ഈ കഷ്ടപ്പാടായിരുന്നു. അവർ പ്ലാസ്റ്റർ ഇട്ടിരുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വന്നു. ആ കഷ്ടപ്പാടെല്ലാം അവർക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടുന്ന ഒരു നല്ല സമയമാണ് ഈ 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളത്. അവർക്ക് വളരെയധികം ധനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആത്മീയതയിലേക്ക് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സാധിക്കുന്നു. മറ്റുള്ള ഐശ്വര്യങ്ങളും അവർക്ക് ധാരാളം ഉണ്ടാകുന്നു. മനസ്സമാധാനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ജോലിയിൽ പ്രവേശിച്ച് കുടുംബത്തിലേക്ക് ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും ഒരു സാധ്യതയും കൂടി ഈ സമയം അവർക്ക് കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ഭാഗ്യമുള്ള ഒരു സമയമാണ്. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കുറച്ചൊരു മോശം സമയമാണ്. ചില അപവാദങ്ങൾ അവർക്ക് വരാൻ, എല്ലാവർക്കുമല്ല ചിലർക്കാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ ചില പൂരാട നക്ഷത്രക്കാർക്ക് മക്കൾ ജോലി ചെയ്യുന്ന വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് ഒരു ഭാഗ്യവും കൂടി അവർക്ക് കാണുന്നുണ്ട്. അടുത്ത ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ അവർക്ക് നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ വസ്തുവകകൾ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെ സമ്പാദ്യം കൊണ്ട് വാങ്ങുന്നതാകാം. അതല്ലെങ്കിൽ കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടുന്നതിനും അതിന് സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഇതിൽ പുതിയ വീട്ടിൽ താമസിക്കേണ്ട ഒരു യോഗവും കൂടി കാണുന്നുണ്ട്. ഇതിൽ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് ആ ബാല്യകാലത്ത് ആസ്മ, ശ്വാസമുട്ടൽ പോലുള്ള ചെറിയ അസുഖങ്ങളും അലർജിയും വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ചിലർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ അവർക്ക് ഉണ്ടാകാം. വലിയ സർജറി അല്ല, ചെറിയ ഒരു സർജറി അവർക്ക് ഉണ്ടാകാം. അതുപോലെ അശ്രദ്ധ കാണിക്കരുത്. ഈ സമയം നല്ല കൂട്ടുകെട്ടുകളിലാണ് പോണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വിദ്യാഭ്യാസം മുടങ്ങുന്നില്ല. പക്ഷേ മോശപ്പെട്ട ഒരു കൂട്ടുകെട്ടിലാണെങ്കിൽ വിദ്യാഭ്യാസം മുടങ്ങുന്നതിനും പോലീസ് പരാതിയൊക്കെ ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് അങ്ങനെ മാനസിക പിരിമുറുക്കമൊന്നും വരാതെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നുണ്ട്. അതിനാൽ സാമ്പത്തിക അച്ചടക്കം ഈ സമയം ശീലിക്കുന്നത് നല്ലതായിരിക്കും. പല ആപത്തുകളും ഉണ്ടാകാം എങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. മാനസിക സംഘർഷം ഉണ്ടാകാം എങ്കിൽ തന്നെയും അതൊക്കെ ഒരു മനഃശാസ്ത്രപരമായ ചികിത്സ കൊണ്ട് തീർച്ചയായിട്ടും അതെല്ലാം മാറുന്നതാണ്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് നേരത്തെ ഉള്ള കാലങ്ങളിൽ ഞാൻ കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ അവർക്ക് അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം, ജീവിതത്തിൽ തന്നെ ഒരു അച്ചടക്കം പാലിച്ചവർക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നു. കാരണം ഇഷ്ടാനുസരണം അവർക്ക് ധനസമ്പാദ്യം ഉണ്ടാകുന്നു. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒന്നുമില്ലാണ്ട് അവർക്ക് യഥേഷ്ടം ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകുന്നു. മാത്രമല്ല അവർക്ക് ബുദ്ധി ഒന്ന് നേരെയാകുന്നു. എല്ലാം കൃത്യമായി ചിന്തിച്ച് നന്മയും തിന്മയും ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപമാനം, മാനഹാനി എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള യാതൊരു തെറ്റിലും പോയി ചാടാണ്ടിരിക്കുക. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ കോടതി നടപടിയൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ വേർപിരിയുന്നതിന്, അതായത് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് അകന്ന് താമസിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടത്ത്
അവരെ ആകാശ കോട്ടകൾ കിട്ടും മാതിരി അങ്ങനെ ചെയ്താൽ ഭയങ്കര ലാഭം കിട്ടും, ഇങ്ങനെ ചെയ്താൽ ലാഭം കിട്ടും എന്നൊക്കെ വിചാരിച്ച് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാണ്ട് യാതൊരുവിധ സംരംഭങ്ങളോ ഒരു വ്യവസായങ്ങളോ തുടങ്ങരുത്. അത് ഭയങ്കരമായ നഷ്ടത്തിലേക്ക് പോകും. ആലോചിച്ച് എല്ലാം തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാവുന്ന തൊഴിലാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടും. അതുപോലെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മിക്കവാറും നടന്നു കിട്ടും. അത് എങ്ങനെയെന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആലോചിച്ച് സാമ്പത്തിക നഷ്ടം വരുത്താതെ കൃത്യമായി പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ധാരാളം ധനം അവർക്ക് ലഭിക്കുന്നതാണ്. ചെറിയ ചെറിയ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടാമെങ്കിൽ തന്നെയും ധനത്തിനും മറ്റുള്ളതിനും ഐശ്വര്യങ്ങൾക്കും ഒരു കുറവും അവർക്ക് വരുന്നില്ല. അവർ സുഖമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് കാണുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഉള്ള വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ജാതകപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഈ വരുന്ന ഇടവ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.